സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം. എം.എ. ബേബിയെയും കെ.എൻ. ബാലഗോപാലിനെയും ഇറക്കിയിട്ടും പിടിച്ചുകെട്ടാനാകാത്ത എൻ.കെ. പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ നടനും എം.എൽ.എയുമായ മുകേഷിനെയാണ് ഇത്തവണ ഇടതുപക്ഷം ഇറക്കുന്നത്. അപ്പോൾ ഹാട്രിക് തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എൻ.കെ. പ്രേമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ ചേരുകയാണ്. ഇനി കൃത്യമായി 18 ദിവസമാണുള്ളത്. എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നിയോജക മണ്ഡലത്തിലുടനീളം വിവിധ ഘട്ടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് UDFൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും UDFന് പൊതുവെയുമുള്ളത്. 2 നടന്മാരാണ് എതിർസ്ഥാനത്ത്. കൊല്ലത്തെ പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ഫിലിം സെലിബ്രിറ്റിക്കിടയിലാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. കാരണം രണ്ടുപേരും സിനിമ സീരിയൽ രംഗത്ത് പേരെടുത്ത പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും. അപ്പോൾ ആ 2 ഫിലിം സെലിബ്രിറ്റിക്കിടയിൽ, സിനിമാ താരങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ നക്ഷത്ര ശോഭയോടുകൂടി സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ ശോഭിക്കുന്ന 2 പ്രധാനപ്പെട്ട ഒരു സ്റ്റാർസിൻ്റെ ഇടയിലാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ മത്സരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കലാമൂല്യത്തേക്കാൾ രാഷ്ട്രീയ മൂല്യത്തിന് പ്രാധാന്യം ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതും ഒരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയില്ല, എല്ലാ സ്ഥാനാർത്ഥികളും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഗൗരവമുള്ള സ്ഥാനാർത്ഥികളാണ്. ആരെയും ഞാൻ കുറച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിനിമാ താരങ്ങളായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവർക്ക് അയോഗ്യതയുണ്ട് എന്ന അഭിപ്രായവും എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ ഞാൻ 24/7 ലൈവാണ്, പൊതുരംഗത്താണ്, രാഷ്ട്രീയ രംഗത്താണ്. അത് MP ആകുമ്പോഴും MP അല്ലാതാകുമ്പോഴും എല്ലാ സമയത്തും ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി. അതാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്ന പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മൂല്യവത്തായിട്ടുള്ള ആസ്തി എന്ന് പറയുന്നത്, വാല്യുവബിൾ അസറ്റ് എന്ന് പറയുന്നത് അതാണ്. അതും സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സീരിയൽ രംഗത്ത്, കലാരംഗത്ത് ശോഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. CPM ഈ തെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടം മുതൽ ഒരു രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാനാണ് CPM പരിശ്രമിക്കുന്നത്. പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ BJPയും ഏതാണ്ട് സമാന സ്വഭാവത്തിൽ തന്നെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയേതര മത്സരത്തിലേക്ക് പോകുന്നു എന്ന് വേണം. അല്ലെങ്കിൽ പിന്നെ ഒരു ചോദ്യം, ഞാൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. അത് CPM റാങ്ക് ആൻഡ് ഫയലിനോടാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും മത്സരിക്കാൻ CPMൽ ഈ ഒരാളല്ലാതെ മറ്റാരും ഇല്ലേ? ഇത്രയും സംഘടനാപരമായ കെട്ടുറപ്പും നേതൃസമ്പന്നമായിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഇത്രയും വിപുലമായ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്, നല്ല സംഘടനാപരമായ അച്ചടക്കവും നേതൃസമ്പന്നതയും കൊണ്ട്, അല്ലെങ്കിൽ നേതൃഗുണവും ഒക്കെ കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനും നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനും ഈ ഒരു ഫിലിം സെലിബ്രിറ്റി അല്ലാതെ മറ്റൊരാളില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി എവിടെ നിൽക്കുന്നു CPM എന്ന ഗൗരവതരമായ ചോദ്യം CPMൻ്റെ റാങ്ക് ആൻഡ് ഫയൽ നല്ലതുപോലെ ഉണ്ട്. അവരുടെ ഇത് വലിയ ചർച്ചയാണ്. അല്ലെങ്കിൽ പുതുതലമുറയിൽപ്പെട്ട ഒരാളെ കൊടുക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരാളെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്നും, അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഏത് വിധേനയും കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ്. തീർച്ചയായും അത് കഴിഞ്ഞ 2 തവണ അവർ ശ്രമിച്ചതാണല്ലോ. ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇറക്കിയത്. അതിൽ നിന്ന് മുകേഷിലേക്ക് എത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ മത്സരമാണല്ലോ. M.A. ബേബിയും ബാലഗോപാലും ഒക്കെ മത്സരിച്ചു. ക്ലിയർ പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു, വേറെ ഘടകങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ വ്യക്തിപരമായ ഓരോരുത്തർക്കും ഗുണങ്ങളുണ്ട്, മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടെന്നതിനപ്പുറത്തേക്ക് തികഞ്ഞ രാഷ്ട്രീയ മത്സരമായിരുന്നു 14-ലും 19-ലും നടന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ മത്സരത്തിലൂടെ UDFനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ
ഇത്തരത്തിലുള്ള ഫിലിം സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അതേതെങ്കിലും തരത്തിൽ ജനമനസ്സുകളിൽ കലാരംഗത്ത് സ്വാധീനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമായിരിക്കാം CPM നടത്തുന്നത്. മറ്റു പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ സാമുദായികമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വിവാദപരമായ ഒരു വിഷയത്തെ 2019 അവർ നടത്തി. ഞാൻ BJPയിൽ പോകുമെന്ന് പ്രചരണം നടത്തി. 2024 അത് ആവർത്തിക്കുന്നു. അല്ലാതെയും ഒക്കെയുള്ള മറ്റ് ചില ഘടകങ്ങളൊക്കെ കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. CPMനെ പോലൊരു പാർട്ടി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ പോലും ഈ രൂപത്തിൽ കാണുക എന്ന് പറയുമ്പോൾ അവരുടെ ആശയപരമായ പാപ്പരത്വമാണ്, രാഷ്ട്രീയ പാപ്പരത്വമാണത് വെളിവാക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. വികസനമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. 10 വർഷം ഉണ്ടായിരുന്ന MP എന്തൊക്കെ ചെയ്തു എന്ന്. ഇപ്പോൾ വികസന പത്രിക പുറത്തിറക്കി. എന്താണ് പറയാനുള്ളത്? ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ അവരോട് 1746 കോടി രൂപയുടെ വികസനം നടപ്പാക്കിയെന്ന് പറഞ്ഞു. ഞാൻ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ, കാരണം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പരിമിതമാണ്. ഒരു MP എന്ന നിലയിൽ ഇടപെടാനും ചെയ്യാൻ. റെയിൽവേ, BJPയുടെ സ്ഥാനാർത്ഥിയും പറയുന്നത് ഈ കാര്യങ്ങൾ വികസനമാണ്. റെയിൽവേ, നാഷണൽ ഹൈവേ, അങ്ങനെ ടെലികോം തുടങ്ങിയിട്ടുള്ള സെക്ടേഴ്സ് മാത്രമാണ്. ഒരു നിയമസഭാംഗത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം അവന്യൂസാണ് അവർക്കുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല, പ്രാദേശിക വികസന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അസംബ്ലി മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്നത് ശരാശരി 52 ലക്ഷം രൂപയാണ് പൊതുഫണ്ടിനത്തിൽ കിട്ടുന്നത്. അവർക്ക് 6 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ആ വ്യത്യാസം നിലവിലിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ വികസന പത്രിക 24/7 ലൈവ് MP ലൈവ് 24/7 എന്ന് പറഞ്ഞിട്ട് ഞാൻ മുഴുവൻ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള രേഖ പ്രസിദ്ധീകരിച്ചു. അവരും പ്രസിദ്ധീകരിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു സംവാദമാകാം. എന്താ സ്ഥാനാർത്ഥി അതിന് തയ്യാറാകാത്തത്? നമുക്ക് MLAയും MP-യുമായ ഒരു 8 വർഷക്കാലത്തെ നിയമസഭാംഗത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തെ സംബന്ധിച്ചും നിയോജക മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നിയമസഭാംഗത്തിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനം, വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാം. 10 വർഷക്കാലത്തെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ സാന്നിധ്യവും നിയോജക മണ്ഡലത്തിലെ വികസനോന്മുഖ പ്രവർത്തനങ്ങളും പാർലമെൻറ്റിലെ പ്രവർത്തനവും താരതമ്യം ചെയ്യാം. അങ്ങനെയല്ലേ ആരോഗ്യകരമായിട്ടുള്ളൊരു ഡിബേറ്റ് ഉണ്ടാകും. എത്ര ചോദ്യം ചോദിച്ചു, എത്ര ചർച്ചകളിൽ പങ്കെടുത്തു, എത്ര സബ്മിഷൻസ് ഉന്നയിച്ചു, എന്തെല്ലാം വിഷയങ്ങളിൽ എത്ര സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു, അതുപോലെ എത്ര ഭേദഗതികൾ അവതരിപ്പിച്ചു, എന്തുമാത്രം ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തെല്ലാം ഉണ്ടായി, ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ പാർലമെൻ്ററി പെർഫോമൻസ്, നിയമസഭാ പെർഫോമൻസ്, നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, നിയമസഭാംഗത്തിൻ്റെ സാന്നിധ്യവും ജനകീയ ഇടപെടലും, പാർലമെൻ്റ് അംഗത്തിൻ്റെ സാന്നിധ്യവും ജനകീയ ഇടപെടലും, ഇതാണല്ലോ ഒരു 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തേണ്ടത്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് MP വേഴ്സസ് MLA നിങ്ങൾ ന്യൂസ് 18 ചാനൽ വിളിച്ചാൽ ഞാൻ വരാം. അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ. ആ ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാകാത്തത്? അദ്ദേഹമാണ് ആദ്യം വെല്ലുവിളിച്ചത്. ഞാൻ പറഞ്ഞു വെല്ലുവിളി വേണ്ട, നമുക്ക് സംവാദമാകാം. സംവാദത്തിന് വിളിച്ചിട്ട് അദ്ദേഹം വരുന്നില്ല. അപ്പോൾ LDFൻ്റെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ മത്സരിക്കുന്ന ഞാനും MLAയും തമ്മിലാണല്ലോ മത്സരം. സ്വാഭാവികമായിട്ടും ജനം വിലയിരുത്തേണ്ടത് ഞങ്ങളിൽ ആരാണ് ഈ 8.5 വർഷക്കാലം 10 വർഷക്കാലം പെർഫോം ചെയ്യുന്ന ജനം വിലയിരുത്തും. ഞങ്ങളുടെ വാക്കുകളിലൂടെയാണ് ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. ഇവിടെ ഇപ്പോൾ 96-ൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ രക്തഹാരം ഇട്ടിട്ടുണ്ട് പ്രചരണത്തിന് വരുമ്പോൾ. ഇപ്പോൾ 4ാം തവണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഹാട്രിക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഹാട്രിക് ഉണ്ടാകുമോ? ഇതിനു മുൻപ് 2 പേർക്ക് മാത്രമാണ്, ശ്രീകണ്ഠൻ നായർക്കും S. രാധാകൃഷ്ണൻ മാത്രമാണ് സാധ്യമായത്. ഹാട്രിക് ഉണ്ടാകുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഹാട്രിക്കോ അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനകരമായ അല്ലെങ്കിൽ അവകാശവാദത്തിനൊന്നും ഞാൻ തയ്യാറല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. എന്താ ഈ രാഷ്ട്രീയ മത്സരത്തിൻ്റെ പ്രധാനം? മതേതര ഇന്ത്യയെ, ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF മുന്നോട്ട് വെക്കുന്ന പ്രധാനവുമായ രാഷ്ട്രീയം. ആ മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിയാണോ രാജ്യത്ത് പ്രസക്തം, അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംവിധാനമാണ്? ഇതാണ് രാഷ്ട്രീയമായി വോട്ടർമാർ അല്ലെങ്കിൽ സമ്മതിദായകർ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം.
അല്ലാതെ വ്യക്തിഗതമായി ഏതെങ്കിലും തരത്തിലുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ട് ഞാനിതിനെ കാണുന്നില്ല. എനിക്ക് ഹാട്രിക് കിട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരം തുടർ വിജയം കിട്ടി എന്നുള്ളതിനകത്തൊക്കെ അപ്രസക്തമാണ്. അതൊന്നും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള എന്നെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്. അത് ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ദേശീയ മുന്നേറ്റത്തിലാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നത്. ആ മുന്നേറ്റത്തിന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കരുത്തും ശക്തിയും നൽകാൻ, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ, ആ മൂവ്മെൻറ്റിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഞാൻ പ്രവർത്തിച്ചത് രാഹുൽ ഗാന്ധിയോടൊപ്പം. തുടർന്നും അങ്ങനെ പ്രവർത്തിക്കാനും ആ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടമായിട്ടാണ് ഞാനിത് കാണുന്നത്. അല്ലാതെ പ്രേമേന്ദ്രന് ഹാട്രിക് ലഭിക്കുക എന്നുള്ളതൊക്കെ അപ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ ഞാൻ ആലോചിക്കുന്നു പോലുമില്ല. തീർച്ചയായും മതേതര ഇന്ത്യയെ കെട്ടിപ്പടുക്കുക അത്രമാത്രം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നിടത്താണ് താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണം മറുഭാഗത്ത് നടക്കുന്നത്. താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന്. അങ്ങനെ ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ വിരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ആശങ്കയും ഉത്കണ്ഠയുമില്ല. ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാക്കിയെടുക്കാൻ CPM മലീഷ്യസ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു. ഇത് 2019 ഇവർ നടത്തിയ 2019 അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ആദ്യം അവരെ ക്യാമ്പയിൻ തുടങ്ങുന്നതാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ച് പാർലമെൻറ്റിലെത്തിയാൽ മോദി ഗവൺമെൻറ്റിൽ മന്ത്രിയായി ചേരും എന്നായിരുന്നു പറഞ്ഞത്. 5 വർഷം കഴിഞ്ഞല്ലോ. നിങ്ങൾ റെക്കോർഡ് പരിശോധിക്കുക. 2019 മുതൽ 2024 വരെയുള്ള പാർലമെൻ്ററി റെക്കോർഡ്സ് പരിശോധിച്ചാൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചവരുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്തെത്താനുള്ള സകല സാധ്യതയും എൻ്റെ റെക്കോർഡ്സ് പരിശോധിച്ചാലുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തത്. ഏറ്റവും ഒടുവിൽ സഭ അവസാനിക്കുന്ന ദിവസം നടന്ന സമ്മേളനം, അതായത് ധവളപത്രത്തിന്മേലുള്ള ചർച്ച, ആ ധവളപത്രത്തിന്മേലുള്ള ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ധവളപത്രത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ മൂവ് ചെയ്തത് ഞാനാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആകെ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ റെസൊല്യൂഷൻ, ബദൽ പ്രമേയം, വൈറ്റ് പേപ്പറിന് ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഏകാംഗ പാർട്ടിയാണെന്ന് ഓർക്കണം. അതിൽ അതിനിശ്ചിതമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, 3 മന്ത്രിമാരാണ് തുടക്കം മുതൽ എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്. എന്തുകൊണ്ട് ഞങ്ങൾ LDFും UDFുമായി കേരളത്തിൽ മത്സരിക്കുന്നു, നിങ്ങൾ ഡൽഹിയിൽ ദോസ്തും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ശത്രുക്കളുമായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ മറുപടി എന്താ, ഞങ്ങൾ കേരളത്തിൽ LDFും UDFുമായി മത്സരിക്കുന്നത് തന്നെ BJPയെ കളത്തിന് പുറത്തു നിർത്താനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ മതേതര രാഷ്ട്രീയത്തിൻ്റെ ഏതാണ്ട് ഉദാത്തമായ പ്രതീകമായി പാർലമെൻറ്റിനകത്തും പുറത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഇവർ വളരെ വൾഗറായി മോശപ്പെട്ട നിലയിൽ നേരത്തെ നമ്മുടെ പൊളിറ്റിക്കൽ ഇൻ്റഗ്രിറ്റി, ഐഡൻറ്റിറ്റി, ഓണസ്റ്റിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദ പ്രചാര പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയമായി വ്യക്തിഹത്യ നടത്താൻ വേണ്ടി CPM പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുഭവപ്പെട്ടതാണ്, കനത്ത തിരിച്ചടി നൽകിയതാണ്. ആ പ്രചാരവുമായി വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? വേറെ ഒന്നും പറയാനില്ല. പാർലമെൻറ്റിൽ പെർഫോം ചെയ്തില്ല എന്ന് പറയാൻ CPMന് കഴിയുമോ? നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യമാത്ര പ്രസക്തമായി ചെയ്തില്ല എന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിയുമോ? അതുപോലെ നിയോജക മണ്ഡലത്തിൽ ഇല്ലായിരുന്നു MP, കോവിഡ് വന്നപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോഴൊന്നും കണ്ടില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊന്നും പറയാനില്ലാത്തപ്പോൾ ഒരു ആരോപണം കണ്ടെത്തി ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് എന്നെക്കുറിച്ച് പറയാനില്ല. തീർച്ചയായും അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ആരാധനയോ അടുപ്പമോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടോ? എനിക്ക് ഒരു ആരാധനയുമില്ല. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ആരാധനയും എന്നെ സംബന്ധിച്ചില്ല. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവും എതിർപ്പും വിയോജിപ്പുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് പൊതുവേ ഉള്ളത്. രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള എതിർപ്പുണ്ട്. പ്രധാനമന്ത്രി പാർലമെൻറ്റ് അംഗമെന്നുള്ള ബന്ധമുണ്ട്. അത് കണ്ടാൽ കടിച്ചു കീറണം അല്ലെങ്കിൽ കണ്ടാൽ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടുകൂടി കാണണമെന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്, പ്രവർത്തന ശൈലിയോട് വിയോജിപ്പുണ്ട്, എല്ലാ കാര്യങ്ങളോടുമുള്ള വിയോജിപ്പ് പരസ്യമായി പറയല്ലേ. പാർലമെൻറ്റിനകത്ത് അദ്ദേഹം ഇരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തുന്നത്.
അപ്പോൾ അതൊക്കെ ഈ രൂപത്തിൽ ചിത്രീകരിച്ച് ഏതെങ്കിലും 10 വോട്ട് ന്യൂനപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തി 10 വോട്ട് കിട്ടാൻ കഴിയുമോ എന്നുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത ക്യാമ്പയിനും CPM നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ന്യൂനപക്ഷ വോട്ടിനെ കുറിച്ച് പറയുമ്പോൾ കൊല്ലം മണ്ഡലത്തിനെ സംബന്ധിച്ച് സാമുദായിക വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. SDPIയുടെ വോട്ടിൻ്റെ കാര്യം വന്നപ്പോൾ NK പ്രേമചന്ദ്രൻ UDF നിലപാടെടുത്തിട്ടും കൃത്യമായൊരു നിലപാട് പറഞ്ഞില്ല. ആലോചിക്കട്ടെ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? ഞാൻ അന്ന് പറഞ്ഞ UDF എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞതിന് ശേഷം നിലപാട് പറയാമെന്ന് പറഞ്ഞു. UDF എടുത്ത പൊതു നിലപാട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. പക്ഷേ പ്രശ്നം അതല്ല. ഇവിടെ K മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട, കൊല്ലം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട വോട്ടർമാർ എനിക്ക് വോട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയില്ല. അവർക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണോ? വേണ്ട, നിങ്ങൾ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ശക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അല്ല, മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന ഒരു നിലപാട്. അതാണ് പറഞ്ഞത്. SDPയോടുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. അതാണല്ലോ UDFൻ്റെ തീരുമാനം. നിങ്ങൾ UDFൻ്റെ റെസൊല്യൂഷൻ, അത് ടെക്സ്റ്റ് റെസൊല്യൂഷൻ വളരെ കൃത്യമായിരുന്നു, സ്പെസിഫിക് ആയിരുന്നു. അത് വളരെ വ്യക്തമായി തന്നെ UDFൻ്റെ സംസ്ഥാന ചെയർമാൻ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, അതിനോട് അനുബന്ധമായി പറഞ്ഞത്, അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ ബാലറ്റ് പേപ്പർ വാങ്ങി വലിച്ചു കീറി കളയുമെന്ന് പറയാൻ ആ രാഷ്ട്രീയ മൗഢ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും SDPI വോട്ട് വേണ്ട, ജയിക്കാൻ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം NK പ്രേമചന്ദ്രനില്ലേ? ഇത് ജയത്തിൻ്റെ മതേതര വോട്ടുകൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. SDPIയുടെ മതേതര വോട്ടാണ്. അതാണ് SDPI RSS പ്രവർത്തകരും SDPI പ്രവർത്തകരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ തീരുമാനിച്ച് വോട്ട് ചെയ്താൽ SDPIയുടേത് മതേതര വോട്ടാണെന്ന് താങ്കൾ കരുതുന്നു? ഒരു വ്യക്തിയുടെ വോട്ടല്ലേ SDPI? അതാണല്ലോ ഞങ്ങൾ UDFൻ്റെ സംഘടനാപരം, അവരുടെ റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സംഘടനാപരമായിട്ടല്ല, അല്ലാതെയാണ് അവർ സൂചിപ്പിക്കുന്നത്. കൃത്യമായി VD സതീശൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കുഴപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. K മുരളീധരൻ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള അവർ തീരുമാനിക്കുന്നു, അവർ വോട്ട് ചെയ്യുന്നു. ആ വോട്ട് നിരാകരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അപ്പോൾ UDF നിലപാടെടുത്ത് പറഞ്ഞല്ലോ SDPIയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന്. ഇപ്പോൾ താങ്കൾ അതിനെക്കുറിച്ചും അവെയറാണ്. അപ്പോൾ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ പറയുന്നുണ്ടോ SDPI വോട്ട് എനിക്കും വേണ്ട? ഇനി ഇതിൽ കൂടുതൽ വിശദീകരിക്കും. വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞല്ലോ അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണത്തിൻ്റെ കാര്യം. UDFൻ്റെ കൃത്യമായ നിലപാട് വന്നു. ആ നിലപാടിനോടനുബന്ധമായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്ക് ഒരു ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ വിവിധ ഇപ്പോൾ CPMൻ്റെ ഒരു വലിയ വിഭാഗം എനിക്ക് വോട്ട് ചെയ്യും. CPMനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരാണ് ഞങ്ങൾ. CPMൻ്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറയും, ഒരിക്കലും പറയില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ മത്സരിക്കുന്ന CPMുമായിട്ടാണല്ലോ. സത്യത്തിൽ SDPI മത്സരരംഗത്തില്ലല്ലോ. മത്സരിക്കുന്നത് CPMും RSPയും തമ്മിലാണ് യഥാർത്ഥം. അല്ലെങ്കിൽ UDFും LDFും തമ്മിലാണ് മത്സരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നത് CPMനാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് CPMൻ്റെ വോട്ടിലാണ്. കേരളത്തിലെ 20 ലോക്സഭാ നിയോജക മണ്ഡലത്തിലും ഗണ്യമായ തോതിൽ CPMൻ്റെ വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നു. ഈ പാർട്ടിയുടെ പോക്കിൽ, നയവ്യതിയാനത്തിൽ, പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിലുള്ള അതിശക്തമായിട്ടുള്ള അമർഷം കൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ വേണ്ട, ഞങ്ങൾ ആ വോട്ട് നിങ്ങൾ വോട്ട് സ്വീകരിക്കാനും നിരാകരിക്കാനും നിങ്ങൾക്ക് അവകാശമില്ല. ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ ആ വോട്ട് നിങ്ങൾക്ക് നിരാകരിക്കാൻ എവിടെ അവകാശം? നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം, വോട്ട് വേണ്ട എന്നൊക്കെ പ്രഖ്യാപിക്കാം. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതാണ് പറഞ്ഞത്. UDFൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച UDF റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ഞങ്ങളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അവരെന്താണ് പറഞ്ഞത്? സംഘടനാപരമായി ഒരു പാർട്ടി എന്ന നിലയിലുള്ള രൂപത്തിൽ ഞങ്ങൾക്കതിനോട് വിയോജിപ്പുണ്ട്. അല്ലാതെ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്രയോ RSSകാർ, എത്രയോ SDPIക്കാർ പല കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ മാറി വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയമായ മാനമില്ല, രാഷ്ട്രീയമായ സഖ്യമോ ധാരണയോ അതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല എന്നാണ് UDF കൃത്യമായി വിശദീകരിച്ചത്. 2014 ശേഷം എപ്പോഴെങ്കിലും ഇടത് ബന്ധം ഉപേക്ഷിച്ചത് വേണ്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊരു റീതിങ്കിങ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്? കുറ്റബോധമല്ല, തിരിച്ച് വലിയ ആശ്വാസമാണ്. കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർവ്വ നന്മകളെയും തകർത്തു കൊടുക്കാമെന്ന് ആരാച്ചാരം വാങ്ങിക്കൊണ്ടാണ് CPM ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ത് ഇടതുപക്ഷ സ്വഭാവമാണ് ഇന്ന് ഈ പാർട്ടിക്കുള്ളത്?
എന്ത് ഇടതുപക്ഷ നയമാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 57 മുതൽ സഖാവ് EMS മുതൽ സഖാവ് VS വരെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായി ഇത്തരം പകൽ പോലെ തെളിഞ്ഞ അഴിമതി ആരോപണങ്ങൾ അതൊന്നാണോ? ഒന്നിനു പുറകെ ഒന്നായി നിരവധി അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിലല്ലേ ഈ സംസ്ഥാന മുഖ്യമന്ത്രി നിൽക്കുന്നത്? ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണത്തിന് പോലും തയ്യാറാകുന്നുണ്ടോ? BJPയുമായിട്ടുള്ള രഹസ്യബാന്ധവത്തിൻ്റെ ഇപ്പോൾ രഹസ്യബാന്ധവമല്ല പരസ്യബാന്ധവത്തിൻ്റെ പേരിലല്ലേ അദ്ദേഹം സ്വൈരമായി കേരളത്തിൽ സഞ്ചരിക്കുന്നത്? BJPയുടെ ഔദാര്യത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൽ സഞ്ചരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരായി, മമതാ ബാനർജിക്കെതിരായി, മാഡം സോണിയാഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, DK ശിവകുമാറിനെതിരായി, അതുപോലെ സഞ്ജയ് സിംഗിനെതിരായി, സ്റ്റാലിനെതിരായി എത്രയോ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരായി ഇല്ലാത്ത കാര്യത്തിന് കേസുണ്ടാക്കി ED കേസെടുക്കുമ്പോൾ CBI പിന്നാലെ പോകുമ്പോൾ ഇവിടെ പകൽ പോലെ തെളിഞ്ഞ കേസുകൾ, നിരവധി കേസുകൾ, ലൈഫ് മിഷൻ കേസായാലും മാസപ്പടി വിവാദമായാലും ഡോളർ കള്ളക്കടത്തായാലും സ്വർണ്ണ കള്ളക്കടത്തായാലും എത്ര വിഷയങ്ങളാണ്. എന്തേ കേസെടുക്കാത്തത്? എന്താ ലാവ്ലിൻ കേസ് കേൾക്കാത്തത്? കരുവന്നൂർ ED വന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. പരമാവധി പോയാൽ കുറേ ജീവനക്കാരിൽ നിൽക്കും. അത് ED വന്നാലും അന്വേഷിച്ചാലും അവസാനം നിൽക്കാൻ പോകുന്ന കുറേ ജീവനക്കാരിൽ നിൽക്കും. അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരാനേ പോകുന്നില്ല. ഏറ്റവും മികച്ച പാർലമെന്റേറിയനുള്ള അംഗീകാരം ഉൾപ്പെടെ നേടിയ വ്യക്തിയാണല്ലോ. ആ രീതിയിലുള്ള പ്രവർത്തന പരിചയമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ കാണുന്നു? നല്ല സാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ വല്ലാതെ BJP ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടച്ചത്. സോറിനെ രണ്ട് മുഖ്യമന്ത്രിമാരല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യാഹ്നത്തിലുമല്ല, അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി എന്തിനാ AICCയുടെ ഫണ്ട് കോൺഫിസ്കേറ്റ് ചെയ്തത്? AICCയുടെ ഫണ്ട് മരവിപ്പിച്ചത് എന്തിനാണ് ഇൻകം ടാക്സ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ സാമ്പത്തികമായും സംഘടനാപരമായും പരമാവധി പ്രതിപക്ഷ പാർട്ടികളെ വരിഞ്ഞു മുറുക്കി നിഷ്ക്രിയമാക്കി നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനല്ലേ? ഗുസ്തിക്ക് ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം രണ്ടുപേരും തമ്മിലുള്ള ഗുസ്തിക്കുള്ള ഡേറ്റ് തീരുമാനിച്ച് കളവുമെല്ലാം തയ്യാറാക്കി ഡേറ്റും സമയവും ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം എതിരാളിയെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടതിന് ശേഷം ഗുസ്തി നടത്തുക എന്ന് പറയുന്നതിന് സമാനമല്ലേ ഇപ്പോൾ നടക്കുന്നത്? AICCയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു, തുക കോൺഫിസ്കേറ്റ് ചെയ്തു, ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കൊടുത്തു, സാമ്പത്തികമായി തിരിയാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലായി. വീണ്ടും എല്ലാവർക്കും EDയുടെ നോട്ടീസ് എല്ലാവർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടു. കാരണം അദ്ദേഹം പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഡൽഹി, ഹരിയാന, പഞ്ചാബ് 3 സംസ്ഥാനത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഏറ്റവും നല്ല ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രശാന്ത് കിഷോറിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഇവർക്ക് എന്ത് ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്? ഒട്ടും ആത്മവിശ്വാസമില്ലാത്തത് സത്യത്തിൽ BJPക്കാണ്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നല്ലതുപോലെ അറിയാം 272 ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കണക്കുകൾ ഞാൻ സമയ ചുരുക്കമുള്ളതുകൊണ്ട് പറയുന്നില്ല. വളരെ കൃത്യമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഈവൻ മധ്യപ്രദേശ്, UP ഇതെല്ലാം 100% സീറ്റും അവർക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 303-ൽ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 1-2 സീറ്റല്ലേ പോയിട്ടുള്ളൂ. പിന്നെ എവിടെയായി കൂടുന്നത്? 303 എങ്ങനെയാണ് 400 ആകുന്നത്? ഒരു കപ്പം 30 സീറ്റ് കുറഞ്ഞാൽ 303-ൽ 30-32 സീറ്റ് കുറഞ്ഞാൽ തീർന്നു. അത് കർണാടകം, തെലങ്കാന, അതുപോലെ മഹാരാഷ്ട്ര, ഡൽഹി, ഈ പഞ്ചാബ്, ഹരിയാന ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കമ്പയിൻ വന്നതോടുകൂടി അവിടെയൊക്കെ വലിയ മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ആത്മവിശ്വാസമില്ലായ്മ സത്യത്തിൽ ആം ആദ്മി പാർട്ടിക്കല്ല, കോൺഗ്രസിനല്ല, BJPക്കാണ്. അമിത്ഷായ്ക്കും മോദിക്കും അറിയാൻ നല്ലതുപോലെ ഒരു കാരണവശാലും 272 ക്രോസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലും കാണിക്കാത്ത രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ സർവ്വമൂല്യങ്ങളെയും കശക്കി എറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തിയിലൂടെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. സംസ്ഥാനത്ത് രാഹുൽ വേവ് ഉണ്ടാവുമോ ഇത്തവണ? ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സിംബലാണ്. സത്യത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ മതേതര ബോധമുള്ള CPMകാരടക്കം മതന്യൂനപക്ഷ വിഭാഗമടക്കം മുഴുവൻ ആൾക്കാരും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ റാലി ചെയ്യും. മതേതര ജനാധിപത്യ മുന്നേറ്റം കേരളത്തിലുണ്ടാകും. 20 സീറ്റിലും കേരളത്തിൽ UDF ജയിക്കും. ശരി.
എന്തായാലും വലിയ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് NK പ്രേമചന്ദ്രൻ. ഹാട്രിക് എന്നതല്ല, വ്യക്തിപരമായ നേട്ടമല്ല, അതിനപ്പുറമുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. അതിൽ എന്തായാലും വിജയമുണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ.